ഞാനും ഉമ്മാനും കളി കാണാൻ വന്നതാ. ഒരു മനുഷ്യന്റെ കുട്ടിയില്ല, ഞാനും ഉമ്മാനും ഒറ്റക്കായി. ഇജെന്താ ഞാൻ പറയണ ഓപ്പോസിറ്റ് പറയാൻ നിക്ക്. ഞാനും സൽമാനും ഒറ്റക്കായി, ഞാനും ഡി കെ ഒറ്റക്കായി. ഞങ്ങളിന്ന് കളി ഇറക്കണ്ട് വിചാരിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നതാ, പി.ടി. സ്കൂൾക്ക് വന്നതാ. പക്ഷേ നമ്മൾ എന്തായി, ആരുമില്ല. അങ്ങനെ ശശിയായി. നമ്മള് പോവാണ്. ഫോണിന്റെ ബെസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോവാ വിചാരിച്ചു. വീഡിയോ എടുത്തിട്ട് പോവാ. ഇന്ന് വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് വ്ളോഗ് എടുക്കുന്ന ആള് സാധാരണ ഞാനാണ് വീഡിയോ ക്യാമറ ഓണാക്കി ക്യാമറ ഓണാക്കിയിട്ട് ഫോൺ പിടിച്ച് വീഡിയോ എടുക്കല്. സൽമാനെ അല്ലെങ്കിൽ ഉണ്ടപ്പതിന് സൽമാനൊക്കെ എവിടെയും നിർത്തിയിട്ട് ഓരോന്നും ചോദിപ്പിച്ചിട്ട് ഓലെ കൊണ്ട് പറയിപ്പിക്കലായിരുന്നു. ഇന്ന് നേരെ തിരിച്ച് ടാസ്ക് സൽമാനും എടുത്തേക്കാണ് ഞാൻ. ഏതായാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് പെട്ടു. ഇനി സൽമാൻ ഫോണൊക്കെ പിടിച്ചിട്ട് ക്യാമറ ഓണാക്കിയിട്ട് ഇന്നോട് ചോദിക്കണം ഓരോന്നും. വീഡിയോ എടുക്കും. ഞാൻ എൻ്റെ വീഡിയോ എടുക്കൂലേ, എൻ്റെ കുടിക്ക് വന്നിട്ടും കൊണ്ടുപോയിട്ടൊക്കെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ക്യാമറ ഓണാക്കിയിട്ട് എന്നോട് ഓരോന്നും ചോദിച്ചിട്ട് ഇങ്ങനെ പറയില്ലേ, അതേപോലെ ഇന്ന് ജിന്നോട് ചോദിക്കണം. വയ്ക്കോ? വയ്ക്കൂല. വയ്ക്കുമെങ്കിൽ മതി. അല്ല വയ്ക്കാൻ മാത്രം ഇതൊന്നുമില്ലേ, ഈ ഫോൺ ഇങ്ങനെ പിടിക്കുക ക്യാമറ ഓൺ ആക്കിയിട്ട്, എന്നിട്ട് ഈക്കനോട് ഇങ്ങനെ വർത്താനം പറയാം, ഓരോ കാര്യങ്ങൾ ചോദിച്ചാ. ഞാൻ എന്നോട് ചോദിച്ചില്ല എന്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ഓൺ ആക്കിയിട്ട്. എന്തേ ഉറക്കം വരുന്നുണ്ടോ? എന്തൊക്കെ ചെയ്തു? ഞാന് മാമൂന്നു ഞാന് വിളിച്ചു ഇവിടെ മാമൂന്നു മമ്മങ്ങാണ് നിസ്കരിച്ചു. ഇന്ന് രാത്രിന്റെ ഇന്ന് രാത്രി രാത്രി നിസ്കരിച്ചു. ഇന്നലെ പുസ്തകം കഴിഞ്ഞു. ഈ ആശിക്കപ്പ ഈ പുസ്തകം ആ കഴിഞ്ഞു. ഇന്നലെ മുസ്തഫാന്റെ നിസ്കരിച്ചു. അന്ന് കഴിഞ്ഞു. ഇന്ന് ഉമ്മാന്റെ കൂടെ, അന്ന് ഉമ്മാടെ കൂടെ നിസ്കരിച്ചത് മറ്റേ മാമക്കായിട്ട്. ചായ വെച്ചു. ചാവ് ഞാൻ ചിക്കുന്നു. അവിടെ ചെക്കനാണ് വന്നു. ഓന് ചായ കുടിച്ച് കുടിക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ ഓനെ എടുക്കാൻ വന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ, നമ്മള് നേരെ ഇനി സൽമാൻ ഇവിടെ ആളില്ല. ചായ കുടിച്ച് അമ്പിന് ഞങ്ങൾ അമ്പിന്റെ അവിടേക്ക് പോവാണ്. അതിന്റെ മുമ്പേ ചെറിയൊരു വീഡിയോ. സൽമാൻ ക്യാമറ എടുക്കും, വീഡിയോ എടുക്കും, എന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്നോട്. ഞാൻ അതിനുള്ള മറുപടി പറയും. സൽമാന് വ്ളോഗ് ചെയ്യാൻ വയ്ക്കുമെന്ന് നോക്കട്ടെ അല്ലേ? ഓക്കെ അല്ലേ? ചലഞ്ച് ഏറ്റെടുത്തോ? ഞാൻ പെട്ടോ? ഞാൻ ഉണ്ടോ? അപ്പൊ ഇന്ന് സൽമാനാണ് ക്യാമറമാൻ. സൽമാൻ ഫോൺ അളക്കണുണ്ടോ? അപ്പൊ അളക്കുമ്പോ ആരും ഒന്നും വിചാരിക്കരുത് സൽമാനാണ് വീഡിയോ എടുക്കുന്നത്. ഓനെ കൊണ്ടൊന്നും വീഡിയോ എടുപ്പിച്ചു നോക്കുക, എനിക്ക് വയ്ക്കുമെന്ന് അറിയാന്. അപ്പൊ ചിലപ്പോ ഫോൺ ഇങ്ങനെ ഷെയ്ക്കൊക്കെ ചെയ്യും. അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത് അതിനൊന്നും അല്ലേ? മനെ നിജിന്നെ വ്ളോഗ് ഇതിന്റെ വീഡിയോ എടുക്കും മൈക്കോക്കല്ലേ? അതെ, ഇതിന്റെ വീഡിയോ എടുക്കേ. ഒന്നും ചോദിക്കാത്ത ഞാൻ എന്റെ ചോദിക്കല്ലേ? ഞാൻ ഇനി അങ്ങടെ ചോദിക്കണ്ട്, ഇജ്ജ് ഇങ്ങടാണ് ചോദിക്കണ്ടേ? ഒരു മിനിറ്റ്. മനെ ചോദിക്കണ്ട അറിയോ? അനക്ക് ഡീക്കനോട് എന്തെങ്കിലും ചോദിക്കാൻ, എന്റെ വിശേഷങ്ങളൊക്കെ അറിയാനൊന്നുമില്ലേ? ഇല്ലല്ല, എനിക്ക് ചക്കന് മണ്ണുണ്ട്. എന്നിട്ട് ഇങ്ങനെ നസ് ഒക്കെയുണ്ട് ചക്ക. നമ്മളിങ്ങനെ ചക്ക മണ്ണ് വേണം. കാര്യല്ല. അപ്പൊ ചക്ക വെള്ളം വേണം. ഓക്കെ, ഒരു ദിവസം പെണ്ണ് കിട്ടും. ചക്ക വെണ്ണെത്തും. എന്റെ കല്യാണത്തിന് എന്നേക്കാൾ കൂടുതല് മറ്റേ സുക്കാന്തിയും ആവേശത്തില് ഇതാക്കണ ആള് സൽമാനാ. അപ്പൊ ഈ ചക്ക പരിപാടി മറ്റേ സൽമാന്റെ ഇനാഗുറേഷൻ അതാ പോയി ക്യാമറ കണ്ടുപിടി. സൽമാന്റെ ഇനാഗുറേഷന് ഞങ്ങളാണല്ലോ കൂടെ പോവുക. അപ്പൊ പോണ് ചിലപ്പോ മിക്ക വീട്ടുകളിലും നമുക്ക് ക്ഷണം ഉണ്ടാവും, ഭക്ഷണം ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോൺ ഇങ്ങോട്ട് പിടിക്കുമ്പോ ഡീക്കപ്പെടുന്നുണ്ടായില് അങ്ങനെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ആ വീട്ടുകൾക്കൂടെ പോയി കഴിഞ്ഞാൽ അവരോടൊക്കെ സംസാരിച്ച് കമ്പനി ആക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ സ്വകാര്യം വിളിച്ചിട്ട് അല്ലെ ഇവിടെ പെണ്ണുണ്ടോ, നല്ല ഉസ്സുള്ള കുട്ടിയുണ്ടോ, ഡി കേക്കാണ് പറയുന്നതാണ്. അങ്ങനെ കുറെ വഷളാക്കിയിട്ടുണ്ട്. ഇപ്പൊ ശീലായി. അങ്ങനെ എവിടെ പോയാലും ഇക്ക് പെണ്ണ് അന്വേഷിച്ചിട്ടാണ് ആശാന് പണി അല്ലേ? ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു കുട്ടിനെ കിട്ടും അല്ലേ? ഇൻഷാല്ലാ അങ്ങനത്തെ നല്ലൊരു കുട്ടിനെ തരട്ടെ ഡി കേക്ക്. വേർക്ക് ജൈന് ചോയ്ക്ക്.
ഞാന് ഈ ചെക്കനിങ്ങനെയാണ് ഇപ്പൊ ഡീക്കനെ വീഡിയോ എടുക്കണമെന്ന് അറിയാം. ഈ ചെക്ക ജയിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്നും ഇങ്ങനെ ഇരുന്ന് നോക്കട്ടെ ഇങ്ങനെ. ആ അപ്പോ ഞാൻ ചെക്കൻ പാവാണ്. അപ്പൊ ഞാൻ ഞാൻ അതാ ഫോണൊക്കെ പോണതാ എന്നെ പിടിക്ക്. ഈ ചെക്കനാക്കും ഓരോ ചങ്ങല ആളാണ്. ഈ പാവാണ് ഈ ചങ്ങല ഓക്കെ. ഞാന് അതല്ല ജിന്നോടും ഞാൻ അന്നെ ഇങ്ങനെ അളകണം ഇങ്ങനെ ആക്കണം ഇങ്ങനെയൊക്കെ ആക്കണ്ട ആരൊന്നും വിചാരിക്കരുത്. അപ്പൊ ഞാനേ എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് അന്നെ എഴുതിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എന്നോട് ചോദിക്കല്ലേ മന എന്താണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കല്ലേ. അതേപോലെ എനക്ക് വയ്ക്കൂന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പൊ എനക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടോ? ചങ്കാണ്. നമ്മള് ചങ്കളാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ചുണ്ടപ്പായിക്ക ചങ്കളാണെന്ന് അറിയാം. അനക്ക് ഇന്നോട് അതാ പോയിപ്പോ അനക്ക് ഇന്നോട് എന്തേലൊക്കെ ചോദിക്കാണ്ടോ? വ്ളോഗ് എടുക്കുമ്പോ വീഡിയോ എടുക്കുമ്പോ എന്തേലൊക്കെ ചോദിക്കാണ്ടോ? ഇല്ല ഫോണ് ചെയ്യില്ല. ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇല്ല. ട്രിപ്പ് പോയി. ഉണ്ടാവും. അനക്ക് ഡീക്കനോട് ഇതൊക്കെ അല്ലേ അനക്ക് ഡീക്കനോട് അനക്ക് ഡീക്കൻ പെടുന്നുണ്ടോ? അതില് കാണുന്നുണ്ടോ? അനക്ക് ഡീക്കനോട് എന്തേലൊക്കെ ചോദിക്കാണ്ടോ? അതാ പോയി. ഡീക്കനോട് എന്തേലൊക്കെ ചോദിക്കാണ്ടോ? ഇല്ലല്ല ഒന്നും ചോദിക്കാല്ലേ? ചെക്കനാണ് ഫോണില് ബസ്സാണ് അപ്പൊ അപ്പൊ ഇതൊക്കെ ഞാനും അമ്മാനും മൂച്ചിയും അക്കിയും അവള് മോളുണ്ട്. അഫു ഞാന് അവ വണ്ടി തപ്പിച്ചു. ഇന്ന് വിളിച്ചാണ് വണ്ടിയിലേക്കുണ്ട്. വണ്ടി തപ്പിച്ചുണ്ട്. സർഫ് എന്ന് പറയുന്നത് ഓന്റെ ജ്യേഷ്ഠന്റെ മകൻ സൽമാന്റെ ജ്യേഷ്ഠന്റെ മകൻ. അപ്പൊ ഓൻ വരുന്നുണ്ട്. ഓന്റെ നിക്കാഹുണ്ട്. അതിന്റെ മുമ്പ് ഓൻ വരുന്നുണ്ട്. അപ്പൊ ഓനെ കൊണ്ടാൻ പോണ കാര്യക്കാണ് പറയുന്നത്. അപ്പൊ അഫുണ്ട് അറിയുണ്ട്. ഷാഹിദും വരുന്നുണ്ട്. അപ്പൊ ഇഷ്ടമില്ല കുട്ടവുണ്ണി ഫോട്ടോ വെക്കാന്. അൽതാവുണ്ണി ഫോട്ടോ അയച്ചു കൊടുക്കാന്. സർഫിന്റെ നിക്കാഹിന്റെ ഫോട്ടോ അൽതാവുണ്ണിക്ക് അയച്ചു കൊടുക്കാന്. അത്തവുണ്ണി ഇല്ലേ ഇന്നോട് കഴിഞ്ഞില്ലേന്നോ കയ്യടയുണ്ടോ? അതോ ഇജ്ജല്ലേ ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ എടുക്ക. എന്നോട് ഒരു ദിവസം പറയാ ഇക്കെ ഇനി ഡീക്ക അവിടെ ഇരിക്ക് ഞാൻ വീഡിയോ എടുക്ക ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ ആളാ. അപ്പൊ ഒന്നും പറയല്ല. ഡീക്കനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് അറിയണം? എന്തൊക്കെ ചോദിക്ക്. മനസ്സ് തുറന്ന് ചോദിക്ക്. നമ്മള് ചങ്കളാണെന്ന് എല്ലാവർക്കും അറിയുമ്പാനെ. വേറൊന്നുമില്ല. ഡീക്കനോട് ഇപ്പൊ എനക്കൊന്നും ചോദിക്കാനോ ഡീക്കയുടെ വിശേഷങ്ങൾ അറിയാനോ ഡീക്ക അങ്ങനൊന്നും ചോദിക്കാല്ല. ഇല്ല വള്ളാണ് ഇങ്ങനെ ഇവിടാണ് സ്കൂൾ. അതല്ല പൊന്തിങ്കാട് സ്കൂൾ നേരെ കാണിച്ചു കൊടുക്കും. ഇന്നലെ സ്കൂളാണ്. നമ്മളെ നാട്ടിലുള്ള സ്കൂളാണ്. ആളാണ് ചങ്കാണ്. അവിടെ കുറച്ച് ചങ്കള് ഇരിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. പഠിച്ചുട്ടോ. സ്കൂള് കാട്ടിക്കൊടുത്തു. എന്തൊക്കെ ചെയ്തു. ഇപ്പൊ സെറ്റായി. ഞാന് ചെക്കന് ഇങ്ങനെ ബോസാണ്. പൂസൂന്ന് പറയുന്നുണ്ട്. പൂസു പറഞ്ഞാൽ ചിലപ്പോ ഇവർക്ക് മനസ്സിലാവില്ല. പൂസു എന്നുള്ളതുകൊണ്ട് വന്ന് ഞങ്ങളെ നാട്ടിലൊക്കെ ഇതാണ്. അതോ അപ്പൊ ഇതിനടുത്ത വിഷയത്തിൽ പോയി. ക്യാമറമാൻ ഞാൻ പിന്നാലെ ഓടണോ? എന്റെ പിന്നാലെ ഓടണോ? സ്കൂള് അത് സ്കൂളല്ലേ. അപ്പൊ പൂസൂന്ന് ഉദ്ദേശിക്കുന്നോണ്ട് എന്താ പറയാ എന്താ നമ്മള് പൂസൂന്നുള്ളതുകൊണ്ട് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഓവറായിട്ട് ഇതാക്കൂലേ എന്ത് കിട്ടുന്നില്ല. എന്താ പറയാ കാട്ടിക്കൂട്ടുക എന്ന് പറയില്ലേ? കാട്ടിക്കൂട്ടുക. അതുപോലെ സ്കൂളാണ്. സ്കൂള് മതി. ഓക്കെ. അപ്പോ പൊസു എന്നുള്ളതിന് നമുക്ക് അടുത്ത പൊസു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മള്
ഓവറായിട്ട് ഇങ്ങനെ മറ്റേ കാണിച്ചു കൂട്ടൂലേ, വേറുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഡയലോഗ് അടിക്കുക, നമുക്ക് പിടിച്ചിട്ട് കുടിക്കും, വലിയ വലിയ ഡയലോഗ് അടിക്കുക, കാട്ടിക്കൂട്ടുക ചെയ്യും. അതിനാണ് പൊട്ടുവെന്ന് പറയും. അപ്പൊ ഞാനതാണെന്ന് പറയും, എന്നെ കളിയാക്കാൻ സൽമാൻ. അങ്ങനെ നമ്മളെ വണ്ടി കാണിച്ചു കൊടുക്കുമ്പോനെ, ഇതാണ് വണ്ടി. അതാ വണ്ടി. അവിടെ കുറച്ച് ആൾക്കാരും ഉണ്ട്. പോവാ ഇവിടെ നിൽക്കണ്ടല്ലേ? അപ്പൊ നമുക്ക് പോയാലെന്നാ. ഓക്കെ, അപ്പൊ സൽമാന്റെ വ്ളോഗ് ഇഷ്ടം അതൊക്കെ ചോദിക്കേ. നിക്ക് കുറച്ച് മിനിറ്റ് ഞാൻ നേരെ ഡീക്കനെ പെടുത്ത് എന്നിട്ട് ഇങ്ങനെ ചോദിക്ക്, ഞാൻ അടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിക്കും. അതല്ല, ഇതല്ലേ ഇപ്പൊ വീഡിയോ എടുക്കണം. അപ്പൊ കാണുന്ന ആൾക്കാരോട് ചോദിക്ക്, ഞാൻ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിക്ക്. അങ്ങനെയല്ല, ഇതിപ്പോ വീഡിയോ എടുക്കണില്ലേ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്ക്. ചോദിക്ക്. ഉണ്ടോ? എനിക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം. എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയും. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ആയിട്ട് അറിയിക്കണം. ഓക്കെ ഓക്കെ. ചങ്ങാനുണ്ട് നിങ്ങളിങ്ങനെ ഞാൻ ഈ ചെക്ക് ഞാൻ പാവാണ് എന്നാണ് ഒരാളൊരു ചങ്ങനാണ് നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നിങ്ങളെ ഞാൻ ചെക്ക് ചെയ്യുക, ഓക്കെ ചെയ്യുക.